നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുമ്പ് 2 വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട്. യതീം മക്കളെ പരിഗണിക്കണം. മൂന്നാമത്തൊരു വോയിസാണ്. ഹനായ അലി റളിയല്ലാഹുവിൻ്റെ ഒരു ചരിത്രം പറഞ്ഞ് ആ യതീം മക്കളുടെ വിഷയത്തിലേക്ക് കടക്കാം. അലി റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീ കിണറ്റരികിൽ നിന്ന് വെള്ളം കോരുന്നു. എന്താണ് ഒറ്റയ്ക്ക് വന്ന് വെള്ളം കോരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടെ നിന്ന് ഹനായ അലി റളിയല്ലാഹു അൻഹുവിനോട് സ്ത്രീ പറയാണ്, എനിക്ക് ഭർത്താവില്ല, എനിക്ക് മക്കളുണ്ട്, പക്ഷേ ഞാൻ ഈ വെള്ളം കോരുന്നത് ആ മക്കൾ ഭക്ഷണത്തിന് വേണ്ടി വിശന്ന് കരയാറുണ്ട്, കൊടുക്കാനൊന്നുമില്ല. ഈ വെള്ളം കൊണ്ടുപോയി അടുപ്പിൽ വെച്ചാൽ ആ അടുപ്പിൽ ആ കത്തുന്നത് കണ്ട് ഉമ്മ ഭക്ഷണം വെക്കുകയാണെന്നുള്ള ആ ഒരു സമാധാനത്തിൽ, ആ ഒരു പ്രതീക്ഷയിൽ മക്കൾ കാത്തിരിക്കും. അങ്ങനെ കാത്തിരുന്ന് ആ വെള്ളം ചൂടാകുന്നതിനനുസരിച്ച് കാത്തിരുന്ന് അവർ ഉറങ്ങുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ രാത്രിയിൽ വെള്ളം കോരാനായിട്ട് വന്ന് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അലി റളിയല്ലാഹു അൻഹു ആകെ സങ്കടമായിപ്പോയി. അങ്ങനെ അവിടെ പോയി ബൈത്തുൽ മാലിൽ നിന്ന് പൊതുമുതലിൽ നിന്ന് എടുത്ത് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. എന്നിട്ട് അവരുടെ വീട്ടിൽ പോയിട്ട് അടുപ്പിൽ എന്ത് ചെയ്തു, ഹനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിരലങ്ങട് വെച്ചു നീട്ടി. അവിടുന്ന് സ്ത്രീ പറഞ്ഞു, തങ്ങളെ അങ്ങയുടെ വിരൽ എരിഞ്ഞു പോവില്ലേ, കത്തിപ്പോവില്ലേ? മഹാനവറുകൾ പറഞ്ഞു, ആ വിരൽ നരകത്തിൻ്റെ ചൂടറിയട്ടെ. കത്തിക്കൊണ്ടിരിക്കുന്ന തീയിൻ്റെ അടുത്തേക്കായി കൈ നീട്ടി വെച്ചുകൊണ്ട് മഹാനവറുകൾ പറയാണ്, ആ വിരൽ അതിൻ്റെ ദുഃഖമറിയണം. കാരണം എന്തുകൊണ്ടാണെന്നറിയോ? ഒരു പിതാവില്ലാത്ത ഒരു കുടുംബത്തിൻ്റെ അവസ്ഥയാണിത്. കാരണം പിതാവുണ്ടായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു പോലും പട്ടിണിയിലാണ്, പിതാവ് ഉണ്ടായിട്ട് പോലും. അപ്പോൾ മഹാനവറുകൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഈ പാവപ്പെട്ട യതീമായ മക്കൾ പട്ടിണി കിടന്നിട്ടും ഞാൻ അറിഞ്ഞില്ലല്ലോ, ഖലീഫയായിരുന്നിട്ട് പോലും വെറുതെ ഖലീഫയായിട്ടിരുന്നാൽ മതിയോ എന്ന് മഹാനവറുകൾ ചിന്തിച്ചിട്ടാണ് അങ്ങനെ ആ വിരൽ അടുപ്പത്തന്നെ അങ്ങനെ തീയിൻ്റെ മുന്നിൽ കാട്ടിക്കൊണ്ട് നിന്നു. ഇത്രത്തോളം ഗൗരവമുള്ളൊരു വിഷയമാണ് യതീം മക്കൾ എന്നുള്ളത്. നിങ്ങൾ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തണം വീണ്ടും വീണ്ടും. നിങ്ങളുടെ അറിവിൽ ഏതെങ്കിലും യതീം സങ്കടപ്പെട്ടാൽ അത് പരിഹരിക്കാതെ നിങ്ങൾ അടുത്ത ദിവസത്തേക്ക് കടക്കരുത് എന്ന് പറയാനുള്ളൂ. പാവപ്പെട്ട അനാഥായ മക്കൾ കല്യാണ സഹായമായിട്ടൊക്കെ മുന്നിൽ വന്നാൽ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. 3 കൂട്ടർക്കാണ് അല്ലാഹു സുബ്ഹാനഹു തആല നാളെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം കൊടുക്കുക. അതിൽ ഒന്നാണ് ഭർത്താവ് മരിച്ചിട്ട് വേറെ വിവാഹം കഴിക്കാതെ മക്കൾക്ക് വേണ്ടി ജീവിച്ച ഭാര്യ. വിധവകളെ പരിഗണിക്കണം, വിധവകളെ സഹായിക്കണം, അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല. അതിനൊക്കെ ജിഹാദിൻ്റെ കൂലിയാണ്. ഈ ജിഹാദിൻ്റെ കൂലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഭർത്താവ് മരിച്ച ഒരു പെണ്ണിനെ സഹായിക്കുമ്പോൾ പലവിധ മോശമായ കമൻറ്റുകളും ഒക്കെ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് ജിഹാദിൻ്റെ കൂലി കൊടുത്തത്. ഒരു ദിവസം പോകുമ്പോൾ ആരുമില്ലാത്ത വീട്ടിൽ, യതീമിൻ്റെ വീട്ടിൽ സഹായിക്കുമ്പോൾ പല പേരുദോഷവും പല കമൻറ്റുകളും വരും. അപ്പോൾ അത് നമ്മുടെ മനസ്സ് ക്ലിയറായി നമ്മൾ ശുദ്ധിയായി നമ്മൾ ചെയ്യുക, ബാക്കി അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലങ്ങൾ കിട്ടും ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ യതീമിനെ സഹായിച്ചാൽ കിട്ടുന്ന മറ്റൊരു പ്രതിഫലമുണ്ട്. എന്തെന്നറിയോ? നാളെ സ്വർഗത്തിൽ ഒരു കൊട്ടാരം അള്ളാഹു പണിത് തരും. ദാറുൽ ഫറജ് എന്നാണ് അതിൻ്റെ പേര്. സ്വർഗത്തിലൊരു കൊട്ടാരം, യതീമിൻ്റെ സങ്കടം മാറ്റി കൊടുക്കുന്നവർക്കാണ് ആ ഒരു കൊട്ടാരം ലഭിക്കുക. 2ാമത്തെ സ്ഥാനം കിട്ടുന്നത്, സമ്പത്ത് ഒരുപാട് അല്ലാഹു തആല കൊടുത്തിട്ട് അത് യതീം, അനാഥ, പാവപ്പെട്ടവരെ നോക്കി കറക്റ്റായിട്ട് ആ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഉന്നതമായ സ്ഥാനം കൊടുക്കുമെന്ന് പറയുന്നു. 3 കുടുംബബന്ധം ചേർക്കുന്നവർക്കാണ് 3ാമത്തത്. അപ്പോൾ അൽഹംദുലില്ലാ അല്ലാഹു തന്ന സമ്പത്ത്. കാരണം നമ്മളിപ്പോൾ പറയും നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് കൊടുക്കാത്തതെന്ന്. പൈസ ഉണ്ടായാൽ തോന്നുന്നൊരു സംഭവം എന്താണെന്ന് പറയട്ടെ. ഒരു ഉദാഹരണം പറയാണ്. ഇപ്പോൾ നല്ലൊരു കമ്പനിയിൽ ജോലിക്ക് കയറി, അൽഹംദുലില്ലാ നല്ല ശമ്പളം ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ അല്ലാഹ് തന്നാണ് പറയും. കുറച്ചും കൂടി അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പറയാൻ തന്ന അത് മുതലാളി നന്നായതുകൊണ്ടാണ് ശമ്പളം കിട്ടുന്നത് എന്ന് പറയും. കുറച്ചും കൂടി 3ാമത്തെ സ്റ്റേജ് പണം ഒന്നും കൂടി കൂടുമ്പോൾ നമ്മളുടെ ഈമാൻ തെറ്റിപ്പോവുകയാണ്. അപ്പോൾ പറയും, ഞാൻ നേരത്തെ നിന്ന കമ്പനിയിൽ നിന്ന് ചാടി ഇപ്പോൾ വേറെ കമ്പനിയിൽ കയറിയതുകൊണ്ട് ഇപ്പോൾ ഒന്നും കൂടി മെച്ചമായത്, നേരത്തെ നിന്നവിടെ തന്നെ നിന്നാണെങ്കിൽ ഒന്നും കിട്ടില്ലായിരുന്നു എന്ന് പറയും. ആ പറയൽ തന്നെ ഈമാൻ തെറ്റിപ്പോവും.
ആദ്യം തന്നതായാലും ഇപ്പം തന്നില്ല, കള്ള തരുന്നതെന്നുള്ളത് നമുക്കൊരു ഉറപ്പ് വേണം. അത് പണം വരുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ മാറുന്നതാണ്. ആദ്യം അള്ള തരുന്നു, പിന്നെ മുതലാളി നന്നായത് കൊണ്ടാണ് കറക്റ്റായിട്ട് കിട്ടുന്ന ശമ്പളം കൂടിയത് പറയും, പിന്നെ ഞാൻ കമ്പനി മാറിയത് കൊണ്ടാണ് ഇപ്പോൾ ഒന്നും കൂടി മെച്ചപ്പെട്ടത് പറയും. ഇതൊക്കെ നമ്മളുടെ കയ്യിൽ വരുന്ന നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്കറിയോ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹുവിൻ്റെ ഖബറിൽ മാത്രം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങിയിട്ട് ഖബറിൽ ഇറങ്ങി ദുആ ചെയ്തതും ആ ഖബർ പരമാവധി എല്ലാ കാര്യങ്ങളും നോക്കാൻ എല്ലാ കൂട്ടത്തിലുണ്ടായിരുന്നു. കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയോ? അബൂ താലിബിൻ്റെ ഭാര്യയാണ് ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ കഴിക്കുകയുള്ളൂ. കാരണം ഉപ്പയില്ല, ഉമ്മയില്ല, തങ്ങളെ പോറ്റുമ്മയാണത്. ഉമ്മക്ക് പകരം വന്ന പോറ്റുമ്മയാണ്. ആ മോൻ കഴിച്ച് എന്നറിഞ്ഞാലേ ഫാത്തിമ ബിന്ത് അസദ് റളിയല്ലാഹു അൻഹ കഴിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ നോക്കിയ ആ ഉമ്മയാണ്. അതാണ് ഖബറിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി ദുആ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ യതീം മക്കൾ നമ്മുടെ മുമ്പിൽ വന്നാൽ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ഇത് 3ാമത്തൊരു വോയിസാണ്. നിങ്ങളൊക്കെ കഴിയുന്ന രൂപത്തിൽ യതീം മക്കളെ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അറിയിക്കുക, വാട്സപ്പിൽ അറിയിക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. രഹസ്യമായി ചെയ്യണം. പരസ്യമാക്കേണ്ടവിടെ പരസ്യമാക്കണം, രഹസ്യമാക്കേണ്ടവിടെ രഹസ്യമാക്കണം. കാരണം യതീം മക്കളെ സഹായിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കരുത്. അത് നാളെ നിങ്ങൾക്ക് ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു സംഗതിയാണ് എന്ന് ആത്മാർത്ഥമായിട്ട് പറയുന്നു. അല്ലാഹു തആല നമ്മുടെ എല്ലാ സൽക്രമങ്ങളും സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും.